പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. മദ്യലഹരിയിൽ വാഹനമോടിച്ചെത്തിയ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആര്? ഞാൻ തന്നെ. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? ഞാൻ പറയുന്നത് വീഡിയോ കോളിലാണ്. അത് നിയമപരമായിട്ട് നിയമം കോടതി ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാറ്റി അടിച്ചിട്ട് ശിവാശ്രീകളെന്നാ ബാക്കി കൊണ്ടോടാ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. കോട്ടയം ഭാഗത്തു നിന്നെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ റോഡിൽ വീണയാളെ രക്ഷിക്കുന്നതിനിടെ സിദ്ധാർത്ഥ് ഇവരെ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഹരിമുരളീരവം പ്രമദ വൃന്ദാവനം സർവോം കോ സിന്ദഗി കഭി നഹീ കോയി നഹീ ക്യാ ഹൈ. ദിനേശ, താൻ ഇവിടെ എന്തൊരു മായാജാലം! ആ കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. പേഴ്സണൽ ലൈഫിൽ ആരാണ് ശരിക്കും? എന്താണ് ഞാനൊരു നല്ല മനുഷ്യനാണ്. കള്ളം പറയുന്നു ആ പന്നെ. പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. മറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുമായും നടൻ വാക്കുതർക്കമുണ്ടാക്കി. ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര ഗേൾ ഫാൻസ് ആണ്. മറ്റേ തട്ടിമുട്ടിയിലൊക്കെയാണ് ആശാൻ വൈറലായിട്ട് വന്ന് കയറി. പിന്നെ ഉപ്പുമുളകിലൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളുടെ ഫാൻസ് ആരവം ഈ പറയുന്ന സിദ്ധാർത്ഥിന് ഉണ്ട്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവൻ അത് കളഞ്ഞു കുളിക്കും എന്നുള്ള മട്ടിലാണ് പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ?